പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ യുക്തിവാദികളുടെ രാഷ്ട്രീയം എന്ന വിഷയത്തിൽ പലതവണ നമ്മളുടെ ചോദ്യമുണ്ടായിട്ടുള്ളതാണ്. നമ്മൾ യുക്തിവാദി പ്രവർത്തനം നടത്തുന്ന സമയത്ത് പല വ്യക്തികളും നിങ്ങളുടെ രാഷ്ട്രീയം എന്താണ്, നിങ്ങളുടെ രാഷ്ട്രീയം വ്യക്തമാക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അതിൻ്റെ അറിയാം, നമ്മുടെ യുക്തി അധിഷ്ഠിതമായി ചിന്തിക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണ് യുക്തിവാദമെന്നും അതനുസരിച്ച് കാലഘട്ടം അനുസരിച്ചുള്ള നമ്മുടെ വ്യക്തികളുടെ സ്വാതന്ത്ര്യമാണ് രാഷ്ട്രീയം എന്നൊക്കെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് യുക്തിവാദം എന്നതെന്ന് പലതവണ നമ്മൾ വിശദീകരിച്ചിട്ടുള്ളതാണ്. യുക്തിവാദം എന്നുള്ള ഒരു ചിന്താ പദ്ധതിയാണ്, യുക്തി അധിഷ്ഠിതമായി ചിന്തിക്കുന്ന ഒരു ചിന്താ പദ്ധതിയാണ്. അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അറിവ് സമ്പാദിക്കുന്ന രീതി ശാസ്ത്രത്തിൻ്റെ രീതിയാണ്. അതനുസരിച്ച് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെടുക്കുന്ന അറിവ് അത് വികേന്ദ്രീകരിക്കുന്ന രീതിയിലുള്ള പദ്ധതി അല്ലെങ്കിൽ പ്രവർത്തനമാണ് യുക്തിവാദ പ്രവർത്തനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് രാഷ്ട്രീയ മേഖലയിലേക്ക് വരുമ്പോഴാണ് സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു രീതി ആയതുകൊണ്ട് എല്ലാ മേഖലകളിലും അവൻ്റെ യുക്തി അധിഷ്ഠിതമായ ചിന്ത ഉപയോഗിക്കാറുണ്ട്. അതനുസരിച്ചാണ് അതിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത്. അതായത് സാമൂഹ്യ പ്രവർത്തനം, രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ സാമൂഹ്യ പ്രവർത്തനം എന്നാണ്. ഈ കക്ഷി രാഷ്ട്രീയ പ്രവർത്തനമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. 1929 കേരളത്തിലെ യുക്തിവാദി മാസികയിൽ കൂടെ MC ജോസഫും സഹോദരൻ അയ്യപ്പനും തുടങ്ങിയ ഒരു പ്രവർത്തനമാണ് കേരളീയ യുക്തിവാദ ചരിത്രം. ഈ മേഖലയിൽ പ്രത്യേകിച്ച് സഹോദരൻ അയ്യപ്പനൊക്കെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സജീവമായിരുന്നു, സാമൂഹിക രാഷ്ട്രീയ പ്രവർത്തനത്തിലും സജീവമായിരുന്നു. അതായത് ഈ യുക്തി അധിഷ്ഠിതമായി ആണ് ആ സാമൂഹിക പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോയെന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലാതെ നമ്മൾ സാധാരണ ഈ നിരീശ്വരവാദം മാത്രം, അതായത് നാസ്തിക മാത്രം പ്രവർത്തിക്കുന്ന ഒരു ചിന്താ പദ്ധതി അല്ലായിരുന്നു സഹോദരൻ അയ്യപ്പനൊക്കെ മുന്നോട്ട് വെച്ചത്. അതൊരു സാമൂഹ്യ പ്രവർത്തനം തന്നെയാണ്, ഒരു സാമൂഹിക പരിഷ്കരണ പ്രവർത്തനം. സമൂഹത്തെ എങ്ങനെ പരിഷ്കരിക്കാം എന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്, അതൊരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ നമുക്ക് കേരളത്തിലെ നമുക്ക് യുക്തിവാദ രാഷ്ട്രത്തിൻ്റെ മോഡൽ എന്ന് പറയുന്നത് സഹോദരൻ അയ്യപ്പൻ ഒരു മോഡലായി എടുക്കാവുന്നതാണ്. അപ്പോൾ യുക്തിവാദവും പലപ്പോഴും നമുക്ക് യുക്തിവാദ പ്രവർത്തനത്തെ യുക്തിവാദികളെ ഈ കമ്മ്യൂണിസ്റ്റുകാരെന്നാണ്, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരെ യുക്തിവാദികൾ എന്ന് കൂട്ടിച്ചേർക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഈ നിരീശ്വരവാദവും യുക്തിവാദവും വ്യത്യസ്തത രീതിയിലാണ് പോകുന്നത്. ഇപ്പോൾ എല്ലാ യുക്തിവാദികളും നിരീശ്വരവാദികളായിരിക്കും, പക്ഷേ എല്ലാ നിരീശ്വരവാദികളും യുക്തിവാദികൾ ആവണമെന്നില്ല. കാരണം വെച്ചാൽ ഇപ്പം ബുദ്ധമതം നിരീശ്വരവാദം പ്രചരിപ്പിക്കുന്ന ഒരു മതമാണ്. പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ സ്പെക്ട്രത്തിലേക്ക് വരികയാണെങ്കിൽ കമ്മ്യൂണിസം ഒരു നിരീശ്വരവാദ മേഖലകളിൽ നിൽക്കുന്ന ഒരു ഇതാണ്. പക്ഷേ യുക്തിവാദത്തിലേക്ക് വരുമ്പോൾ ഇത് ആ രീതിയിൽ എടുക്കാൻ പറ്റില്ല. കാരണം ഇത് സ്വതന്ത്ര ചിന്താ പദ്ധതിയാണ്, ഏതെങ്കിലും പ്രത്യയശാസ്ത്രത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ഒരു പദ്ധതിയല്ല. ഈ യുക്തിയധിഷ്ഠിതമായ ചിന്ത, വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പം ഈ രണ്ടും ഒരു വ്യത്യസ്തത്തിലാണ് ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. എല്ലാ നാസ്തികരും യുക്തിവാദികളുമാണെന്നുള്ള ഒരു രീതി സമൂഹത്തിലുണ്ട്. അങ്ങനെ അല്ല എന്നൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ ഈ രാഷ്ട്രീയമെന്ന ഒരു നോക്കുകയാണെങ്കിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു പൊതുബോധ രീതി എന്ന് വെച്ചാൽ രാഷ്ട്രീയം എന്ന് വെച്ചാൽ അധികാരത്തിലൂടെ വ്യക്തികളുടെ പാർട്ടി വലുതാക്കുക, അഴിമതി എന്ന് പറഞ്ഞ ഒരു പൊതുബോധ രീതി രാഷ്ട്രീയത്തിനകത്ത് കൊണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിലുണ്ടാകുന്നത്. അതിൽ യഥാർത്ഥ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് വെച്ചാൽ മാനവീയ പ്രവർത്തനമാണ്. ഈ മാനവീയ പ്രവർത്തനത്തിന് അപ്പുറത്തൊരു പ്രവർത്തനമാണ്. അതപ്പം മനുഷ്യനെ കേന്ദ്രീകരിച്ചുള്ള മനുഷ്യൻ്റെ ക്ഷേമത്തിനും വേണ്ടിയുള്ള പ്രവർത്തനം മാനവീയ പ്രവർത്തനമാണ്. അപ്പം മനുഷ്യൻ ഈ ഭൂവിലോകത്തെ മറ്റ് ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്നുള്ള രീതിയിലുള്ള ഒരു പ്രവർത്തനം ഉണ്ട്. അനേക പ്രവർത്തനമുണ്ട്. നമുക്ക് പറയുമല്ലോ, നമുക്ക് ഇപ്പം ഈ വികസനത്തിൻ്റെ ഭാഗമായി എല്ലായിടത്തും ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, സ്ട്രീറ്റ് ലൈറ്റുകൾ. പക്ഷേ മറ്റ് ജന്തുജാലങ്ങൾക്കത് പ്രശ്നമാണ്. അപ്പം അങ്ങനെക്കുറിച്ചുള്ള പാരിസ്ഥിതിക പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ, എല്ലാ പഠനങ്ങളുടെയും അറിവിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന ഒരു പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. ഇതിൽ രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം നേതാവ് എന്നൊരു സാധനമാണ്. നേതാവ് ഒരു വലിയൊരു ഘടകം രാഷ്ട്രീയത്തിൽ വരാറുണ്ട്. നേതാവ് ഒരു മോഡലായിട്ട് വന്ന് നിർത്തുന്നുണ്ട്. അതിനും പ്രധാനപ്പെട്ട രീതിയിൽ ഉദ്ദേശിക്കാറുണ്ട്. അതായത് ഒരു നേതാവ് ഉണ്ടാകുന്നത് തന്നെ അത് ഒരു നേതൃത്വത്തിൻ്റെ രീതിയിലുള്ള ഒരു പ്രവർത്തനത്തെ മുന്നോക്കം പോകും. അതിന് ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തെ രീതി തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ രാഷ്ട്രീയത്തിൽ സാധാരണ രീതിയിൽ രാഷ്ട്രീയത്തിൽ പറയുന്ന നമ്മുടെ ഇവിടെയൊക്കെ അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഇടതുപക്ഷം വലതുപക്ഷം എന്ന രീതിയിലുള്ള വൈവിധ്യങ്ങൾ നമ്മൾ പറയാറുണ്ട്. പലതവണ യുക്തിവാദി മേഖലകളിൽ ഇടതുപക്ഷം വലതുപക്ഷം വിശദീകരിച്ചിട്ടുണ്ട്. ഇടതുപക്ഷം എന്ന് പറയുന്നത് മാറ്റങ്ങൾക്ക് വേണ്ടി നിലനിൽക്കുന്ന ഒരു പൊളിറ്റിക്കൽ സ്പെക്ട്രം,
എന്ന് കണക്കാക്കപ്പെടാം. അതായത് ഇവിടെ നമ്മുടെയൊക്കെ സമൂഹത്തിൽ ഈ ഇടതുപക്ഷം എന്ന കമ്മ്യൂണിസ്റ്റ് ഗ്രൂപ്പ് എന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഗ്രൂപ്പുകളും എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൽ കാർൽ മാർക്സ് മൂലധനം എഴുതുന്നതിന് എത്രയോ മുമ്പേ ഈ ഫ്രഞ്ചിലുണ്ടായ ഒരു കാഴ്ചപ്പാടാണ് ഇടതുപക്ഷം എന്ന കാഴ്ചപ്പാടും വലതുപക്ഷം എന്ന കാഴ്ചപ്പാടും. വലതുപക്ഷം എന്ന് വെച്ചാൽ പാരമ്പര്യവാദം അതേ രീതിയിൽ പിന്തുടരുന്ന ഒരു രീതിയാണ്. ഇപ്പം ലെഫ്റ്റ് എന്ന് പറയുന്നത് തന്നെ ലിബറലിസ്റ്റുകളും സോഷ്യലിസ്റ്റുകളും ലെഫ്റ്റിലേക്ക് വരും. അവർ സെക്യുലറിസത്തെ പ്രൊമോട്ട് ചെയ്യുന്ന കക്ഷിയായിരിക്കും, ആധുനികതയെ പ്രൊമോട്ട് ചെയ്യുന്ന കക്ഷിയായിരിക്കും, മാനവികതയെ പ്രൊമോട്ട് ചെയ്യും, മാനവികതയെ മുന്നോട്ട് വയ്ക്കുന്ന രീതിയായിരിക്കും. നിർവഹിച്ച് റൈറ്റ് എന്ന് പറയുന്നത് കൺസർവേറ്റീവുകളാണ്, അത് നാഷണലിസ്റ്റുകളാണ്, നാഷണലിസ്റ്റ് രീതിയിലാണ് അത് പാരമ്പര്യത്തെ പഴയ രീതി അതേ രീതിയിൽ തുടരണം, മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തുന്ന രീതിയാണ്. അപ്പം നമ്മൾ യുക്തിവാദികൾ എന്ന് പറയുന്നത് ഈ മാറ്റങ്ങൾക്ക് വേണ്ടി ആധുനികതയെ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സാങ്കേതികവിദ്യ സ്വീകരിക്കുന്ന ഒരു മേഖലയിലേക്കാണ് എപ്പോഴും പോകുന്നത്. ശാസ്ത്രത്തെ മുൻതൂക്കി നിൽക്കുന്ന ഒരു രീതിയാണ് യുക്തിവാദികളുടെ മേഖലയ്ക്ക് നമുക്ക് കാണാൻ കഴിയും. യുക്തിവാദികൾ പ്രവർത്തിക്കുന്ന മേഖല അങ്ങനെയാണ്. ഇന്ന് എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളായ പ്രധാനപ്പെട്ട ആഹാരം, വസ്ത്രം, പാർപ്പിടം, അവൻ്റെ തൊഴിൽ, അവൻ്റെ വിനോദം, സ്വാതന്ത്ര്യം, വിജ്ഞാനം, ഇങ്ങനെയുള്ള പല മേഖലകളിലും ഇടപെടുന്ന രീതിയാണ് ഒരു രാഷ്ട്രീയ പ്രവർത്തനമായി കാണാൻ പറ്റും. ഇതിൽ നിലനിൽക്കുന്ന അതേ രീതി തന്നെ ഇപ്പം ആഹാരം എന്ന ഇത് നോക്കുകയാണെങ്കിൽ ആഹാരം എന്നുള്ള എല്ലാവർക്കും ആഹാരം ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സാമൂഹ്യ പ്രവർത്തനം. അപ്പം അതിൽ നിലനിൽക്കുന്ന അതായത് ഉള്ളവൻ മാത്രം ആഹാരം കഴിച്ചാൽ മതി എന്നൊരു കാഴ്ചപ്പാട് ഉള്ള അല്ലെങ്കിൽ അതിനു വേണ്ടി നിലനിൽക്കുന്ന ഒരു ഗ്രൂപ്പ് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അത് പാരമ്പര്യവാദികളാണ്. പക്ഷെ എല്ലാവർക്കും ആഹാരം ലഭിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നതാണ് ഈ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ ആഹാരത്തിൽ ആധുനിക രീതി അനുസരിച്ച്, ശാസ്ത്രത്തിൻ്റെ രീതി അനുസരിച്ച് ഏതൊക്കെ ആഹാരം പ്രത്യേകിച്ച് മനുഷ്യർക്കാണെങ്കിൽ ഏതൊക്കെ ആഹാരം എങ്ങനെയെല്ലാം കഴിക്കണമെന്നുള്ള ശാസ്ത്രബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വയ്ക്കുന്നതാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം. അത് യുക്തിവാദി രാഷ്ട്രീയമായിട്ട് കണക്കാക്കാൻ പറ്റും. ഇനി വസ്ത്രത്തിൻ്റെ കാര്യം എടുത്താൽ തന്നെ വസ്ത്രം എന്ന് പറയുന്നത് ലോകത്തിലെ എല്ലാ വ്യക്തികൾക്കും വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും വസ്ത്രം ധരിക്കാനുള്ള അവകാശങ്ങളും ഉണ്ടാക്കിയെടുക്കുന്ന, അല്ലെങ്കിൽ എല്ലാവർക്കും വസ്ത്രം ധരിക്കാനുള്ള ഇടമുണ്ടാവണം എന്ന രീതിയിൽ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് രാഷ്ട്രീയ പ്രവർത്തനം. അവന് ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും ഇഷ്ടപ്പെട്ട രീതിയിൽ വസ്ത്രം ധരിച്ച് നടക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുകയാണ് യുക്തിവാദ രാഷ്ട്രീയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം എന്ന സാധനം തന്നെയാണ്. സ്വാതന്ത്ര്യം ലഭിക്കുക, വ്യക്തിയുടെ സ്വാതന്ത്ര്യം, അതായത് ഒരു രാജ്യത്ത് ഒരു സമൂഹത്തിലുള്ള മനുഷ്യനെ ചൂഷണം ചെയ്യാതെ ഒരു സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള അവകാശം ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനമാണ്. അതിലേർപ്പെടുന്നതാണ് യുക്തിവാദ രാഷ്ട്രീയം. വിനോദം, അതുപോലെ ആരോഗ്യം, ഈ മേഖലയിൽ യുക്തി അധിഷ്ഠിതമായുള്ള അല്ലെങ്കിൽ ശാസ്ത്രത്തിൻ്റെ രീതി അനുസരിച്ചുള്ള പ്രവർത്തനങ്ങളാണ് യുക്തിവാദി രാഷ്ട്രീയം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ സമൂഹത്തിൽ നടക്കുന്ന നമ്മുടെ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ അടിമത്തം, ജാതി സമ്പ്രദായം, അയിത്തം തുടങ്ങിയ കാര്യത്തിനെ എതിർത്ത് പ്രവർത്തിക്കുക എന്ന സാധനം, ജാതി വ്യവസ്ഥയ്ക്കെതിരെ പ്രവർത്തിക്കുക എന്നുള്ള സാധനം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അത് യുക്തിവാദ രാഷ്ട്രീയത്തിൽ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പം ജാതി നശീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന അംബേദ്കർ മുന്നോട്ട് വെച്ച ആശയങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, പ്രത്യേകിച്ച് മിശ്ര വിഭാഗം പോലുള്ള കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ ഏർപ്പെടുക എന്നുള്ളത് യുക്തിവാദികളുടെ രാഷ്ട്രീയം തന്നെയാണ്. പിന്നെ നമ്മൾ ഈ പ്രാദേശികവാദം, ഈ ഭാഷാഭ്രാന്ത്, ഈ മത തീവ്രവാദങ്ങൾ, വർഗീയത, ഇതിനെയൊക്കെ എതിരെ പ്രവർത്തിക്കുന്നത് ഒരു യുക്തിവാദ രാഷ്ട്രീയ പ്രവർത്തനമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നം ജാതി തന്നെ നാം തിരിച്ചറിയുക എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ജാതിയിൽ കുളിച്ചു നടക്കുന്ന സമൂഹത്തിൽ ജാതിക്കെതിരെ പ്രവർത്തിക്കുക എന്നതാണ് ഈ ഇന്ത്യൻ സമൂഹത്തിലെ യുക്തിവാദ പ്രവർത്തനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം. ജനാധിപത്യത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെ നമ്മൾ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം മനസ്സിലാക്കാൻ കഴിയുന്നത്, അതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമ്മൾ രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യം ഉണ്ടായ ദൈവ ആധിപത്യം, അതായത് ദൈവത്തിൻ്റെ പേരിൽ പുരോഹിതന്മാർ ഭരിക്കുന്ന, നിയമങ്ങൾ നിർമ്മിച്ച് ഭരിക്കുന്ന ഭരിച്ച് നടപ്പിലാക്കുന്ന, നിയമങ്ങളുണ്ടാക്കി നടപ്പിലാക്കുന്ന ഒരു സിസ്റ്റം ലോകത്തുണ്ടായിരുന്നു. ദൈവാധിപത്യം എന്നാണ്. പിന്നെ വന്നത് രാജാധിപത്യമാണ്. രാജാവ്, ചക്രവർത്തി, സുൽത്താൻമാർ, അങ്ങനെ
അവർ അവരിഷ്ടമനുസരിച്ച് ജനങ്ങളുടെ ഇംഗിതം നോക്കുക, അവരുടെ ഇഷ്ടമനുസരിച്ച് ഭരിക്കുന്നൊരു കാലഘട്ടം, രാജാധിപത്യ കാലഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ നോക്കുന്ന ഏകാധിപതികളാണ്. ഏകാധിപത്യ ലോകത്ത് പലപ്പോഴും ഉണ്ടായിരുന്നു, പല ഏകാധിപതികളും നമ്മുടെ ഉണ്ടായിരുന്നു മനസ്സിലാക്കാം. പ്രത്യേകിച്ച് സർവാധിപത്യം എന്ന് പറഞ്ഞ ഒരു ഏർപ്പാട്, തൊഴിലാളി വർഗ സർവാധിപത്യവും പല ഇതിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. ഏകാധിപതികൾ ഇതും മാനവിക വിരുദ്ധമായുള്ള രാഷ്ട്രീയ ആധിപത്യ സമൂഹങ്ങളാണ്. യുക്തിവാദികൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തനം ജനാധിപത്യം തന്നെയാണ്. ആധുനിക രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യമാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ് ജനാധിപത്യം. ജനമാണ് ഏറ്റവും പ്രധാനം. സെപ്റ്റംബർ 15 അന്തർദേശീയ ജനാധിപത്യ ദിനമായി ആചരിക്കുന്നുണ്ട്. ജനാധിപത്യത്തിൻ്റെ അർത്ഥവും പ്രാധാന്യവും പൊതുജനങ്ങളിൽ എത്തിക്കുക ആണ് ജനാധിപത്യത്തിൻ്റെ ലക്ഷ്യം. 2007 UN പാസ്സാക്കിയ പ്രമേയത്തിലാണ് ഈ ദിനം ആചരിക്കാൻ തീരുമാനിച്ചത്. പരോക്ഷ ജനാധിപത്യം, പ്രത്യക്ഷ ജനാധിപത്യം, ഇങ്ങനെ ജനാധിപത്യത്തെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ജനാധിപത്യം എന്ന് പറയുന്നത് നമ്മൾ നിയമപ്രകാരം നോക്കുകയാണെങ്കിൽ 1950 ജനുവരി 26 ഭരണഘടനാ ആമുഖത്തിൽ ഇന്ത്യയെ പരമാധികാര ജനാധിപത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിച്ചു. 1977 ജനുവരി 3 ഭേദഗതിയിൽ ഇന്ത്യയെ പരമാധികാര സ്ഥിതിസമത്വ മതേതരത്വ ജനാധിപത്യ റിപ്പബ്ലിക്കായി തീരുമാനിച്ചു. ഇങ്ങനെ ജനാധിപത്യ പ്രക്രിയയാണ് നമ്മൾ യുക്തിവാദികളുടെ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ യുക്തിവാദികളുടെ രാഷ്ട്രീയത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് മോഡലുകളുണ്ടോ? നിങ്ങൾ യുക്തിവാദ രാഷ്ട്രീയത്തിൽ അങ്ങനെ പ്രവർത്തിച്ച മോഡൽ കൊണ്ടും തന്നെ പറയാൻ പറ്റും. കാരണം ഇന്ത്യയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡൽ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം, അദ്ദേഹം മുന്നോട്ട് വെച്ച വികസനം, അദ്ദേഹം മുന്നോട്ട് വെച്ച ശാസ്ത്രീയ മനോഭാവം എന്നിവ, പ്രത്യേകിച്ച് ലോകത്തിന് ഒരു സയൻറ്റിഫിക് ടെമ്പർ എന്ന വാക്ക് സംഭാവന ചെയ്തത് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച രീതികളെല്ലാം യുക്തി അധിഷ്ഠിതമായ ചിന്താ രീതിയുടെ അടിസ്ഥാനത്തിൽ കൊണ്ടുവന്ന ഒരു രാഷ്ട്രീയ പ്രക്രിയയാണ്. അതുകൊണ്ട് ജവഹർലാൽ നെഹ്റു യുക്തിവാദ രാഷ്ട്രീയത്തിൻ്റെ ഒരു മോഡലായിട്ട് വയ്ക്കാമെന്നാണ്. അതുപോലെ ഡോക്ടർ BR അംബേദ്കർ സൈദ്ധാന്തികപരമായി സിദ്ധാന്തപരമായൊക്കെ നമുക്ക് മുന്നോട്ട് വെച്ച ജാതി എന്ന വിഷയത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ ലോകത്തിൽ പഠിപ്പിക്കുകയും എങ്ങനെയാണ് സമത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുകയൊക്കെ ചെയ്ത ഒരു രീതിയാണ് ഡോക്ടർ BR അംബേദ്കർ അദ്ദേഹത്തെയും യുക്തിവാദ രാഷ്ട്രീയത്തിൻ്റെ മോഡലായിട്ടെടുക്കാം എന്നാണ്. കേരളത്തിൽ വരികയാണെങ്കിൽ സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ച യുക്തിവാദ പ്രവർത്തനം യുക്തിവാദ രാഷ്ട്രീയത്തിന് ഒരു മോഡലാണ് എന്ന് വയ്ക്കാം. കക്ഷി രാഷ്ട്രീയത്തിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന അച്യുത മേനോൻ ഒരു യുക്തിവാദികളുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു മോഡലായിട്ട് എടുക്കാവുന്നതാണ് എന്ന് ചരിത്രത്തിലൂടെ നിരീക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് യുക്തിവാദികൾക്ക് രാഷ്ട്രീയ പ്രവർത്തനം പറ്റും എന്നതിൽ യാഥാർത്ഥ്യമാണ്. യുക്തിവാദ പ്രവർത്തനം ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ്. അത് സമൂഹത്തിൽ മാറ്റത്തിലൂടെ കൊണ്ടുവരുന്ന പ്രവർത്തനമാണ്. അതാണ് യുക്തിവാദികളുടെ വരുന്ന ഈ മേഖലയിലേക്കുള്ള ചോദ്യങ്ങൾക്ക് ഒരു മറുപടിയായി പറയുന്നത് യുക്തിവാദ രാഷ്ട്രീയം യുക്തി അധിഷ്ഠിതമായ രീതിയിൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഒരു മാനവിക പ്രവർത്തന സാമൂഹ്യ പ്രവർത്തനമാണ് യുക്തിവാദ രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി.